പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഹ്രസ്വചിത്ര സംവിധായകൻ വിനീതിനെതിരെ കേസെടുത്തു. യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഒരു ഡയറക്ടർ വിനീത് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയും. അതിൽ ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും. എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് എന്നെ സെക്സ്വലി നല്ല രീതിയിൽ ചൂസ് ചെയ്യും. ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി വരെ മുഴക്കി. നിന്നെ കൊന്നു കളയും, ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പാണ്. ആറാട്ടണ്ണനുണ്ട് ഇതിൻ്റെ അകത്ത്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി വിനീത്, 2 അലഞ്ചോസ്, 2 ബ്രൈറ്റ്, 3 അലഞ്ചോസ്, 4 ആറാട്ടണ്ണൻ, 5 അഭിലാഷ്. ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത്. ശ്യാം കുമാർ വിവരങ്ങളുമായി. ശ്യാം, ഈ സംഭവം ഉണ്ടായത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, പരാതി നൽകിയിട്ടുള്ളത് എവിടെയാണ്? അനുജ, ചേരാനെല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി അടക്കം 5 പേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ്. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമയിൽ ജോലി ചെയ്യുന്ന ഈ യുവതിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവിധായകനായ വിനീത് വീട്ടിലെത്തുകയും അവർക്ക് സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് കാണിക്കുന്നുവെന്ന വ്യാജേന കൈകെട്ടിയിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. പോലീസ് ചേരാനെല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഈ പരാതിക്കാരിയുടെ മൊഴി മജിസ്ട്രേറ്റ് രഹസ്യമൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ FIR രജിസ്റ്റർ ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഈ യൂട്യൂബർമാരായ പ്രതികളെ പിടികൂടാൻ ചേരാനെല്ലൂർ പോലീസ് തയ്യാറായിരുന്നില്ല. ഇതിൽ വീണ്ടും കോടതിയെ പരാതിക്കാരി സമീപിച്ചതോടെയാണ് പരാതിക്കാരിയുടെ മൊഴി പോലും എടുക്കാൻ ചേരാനെല്ലൂർ പോലീസ് തയ്യാറായിരുന്നത്. അലൻ ജോസ് പെരേര, സന്തോഷ് വർക്കി, അഭിലാഷ് അട്ടായം, ബ്രൈറ്റ് എന്നിങ്ങനെ ഉള്ള യൂട്യൂബർമാരാണ് ഈ കേസിലെ പ്രതികൾ. ഇവർക്കെതിരായിട്ടാണ് പ്രകൃതി വിരുദ്ധ പീഡനം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും പ്രതികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ചേരാനെല്ലൂർ പോലീസും വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, എറണാകുളം ചേരാനെല്ലൂരിലാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് യൂട്യൂബർമാർക്കെതിരെ കേസ്.